കൂടെ ഒരു ചെറിയ പാർട്ടി വീഡിയോ കാണിച്ചു തരട്ടെ. അങ്ങനെ വൺസ് ഇൻ ആൻ ഇയർ വൈഷുവിൻ്റെ ഓഫീസിൽ നടക്കുന്ന പാർട്ടിയാണിത്. ഇവിടെ എനിക്കെന്താ കാര്യം എന്നല്ലേ, പാർട്ട്ണറേയും കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പം നമുക്ക് പാർട്ടിക്ക് പോകുന്നതിന് മുന്നേ ആദ്യം തന്നെ ഗ്ലോ പാർട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഈവെൻ്റ് ഉണ്ട്. ഇതെല്ലാം വോക്കിങ്ങിലാണ് നടക്കുന്നത്. വോക്കിങ്ങിൽ ഒരു ഹിൽ ടോപ്പിലാണ് ഇതൊക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ഭാഗ്യവശാൽ ആദ്യത്തെ 2 വർഷവും ഞങ്ങൾ ഗ്ലോ പാർട്ടിക്ക് ബുക്ക് ചെയ്തെങ്കിലും ഞങ്ങൾക്ക് ഗ്ലോ പാർട്ടിൻ്റെ സമയത്ത് എത്താൻ പറ്റിയിട്ടില്ല. കാരണം എന്താ, ഞങ്ങൾ സമയത്ത് ഇറങ്ങിയില്ല. ഇത് RHS എന്ന് പറയുന്ന റോയൽ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റീൻ്റെ ഗാർഡൻ ആണ്. ഇവിടെ കുറേ ഇത് ഇപ്പം കാണുന്നതല്ല, ഈ ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ആണ്. അങ്ങനെ കുറേ അടിപൊളി സെറ്റപ്പ് സാധനങ്ങളുണ്ട്. ഗ്ലോ പാർട്ടി കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പാർട്ടിയിലേക്ക് കിടക്കും. ആദ്യം തന്നെ എല്ലാ ആൾക്കാരെയും മീറ്റ് ചെയ്ത് ഒന്ന് കൈയൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ടേബിൾ നമ്പർ എഴുതി വെച്ച് ടേബിളിലേക്ക് നമ്മൾ പോകും. പാർട്ടീൻ്റെ ഏറ്റവും അടിപൊളി പാർട്ട് ഫുഡാണ്. ഫുഡ് നമുക്കൊരു 2 മാസം മുന്നേ നമുക്ക് മെനു തരും. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം കുറച്ച് നൃത്തച്ചുവടുകളാവാം. കുറച്ച് വൈനൊക്കെ അടിച്ചു കഴിഞ്ഞ് നൃത്തച്ചുവടുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ സൈഡായിട്ടിരിക്കുമ്പോഴത്തേ ഈ ഓഫീസിലെ കുറച്ച് ആൾക്കാർ വൈഷുവിൻ്റെ MLR ആണത്. ഇവരെന്താണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാനിതെല്ലാം ഭയങ്കര നിർവൃത്തി അണഞ്ഞ പോലെ കണ്ടോണ്ടിരിക്കാം. എങ്ങനെ, നമ്മൾ ഈ സീനിലില്ല, അതുകൊണ്ട് കണ്ടാൽ മതി, അല്ല റെക്കോർഡ് ചെയ്താൽ മതി. എന്തോ ആധികാരികമായി പറയുകയാണെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ബോറടിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഞാൻ എല്ലാവരെയും കൊണ്ട് ഹായ് പറയിപ്പിക്കാൻ പോവുക. ബട്ട് ഹോണസ്റ്റ്ലി ഇവിടുത്തെ വർക്ക് കൾച്ചർ ഭയങ്കര അടിപൊളിയാണ്. ആൻഡ് ഐ ലവ് ദ വേ ദേ ട്രീറ്റ് വൈഷു ആൻഡ് ദ അതർ എംപ്ലോയീസ് ആസ് വെൽ. ഗ്രേറ്റ്ഫുൾ. അങ്ങനെ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, നല്ല കിഡിലെ ഫുഡല്ലേ. ഞങ്ങളതുകൊണ്ട് വയറ് നിറയുന്നവരേ കഴിച്ചുകൊണ്ടിരുന്നു. ചാടിത്തുള്ളി പോയപ്പോഴേ അറിയായിരുന്നു എന്ന് പറഞ്ഞ പോലെയാണ്. രാവിലെ എണീപ്പിച്ചപ്പോഴത്തേക്കും എനിക്ക് ഫുൾ ജലദോഷം. ഇതെല്ലാം ഞാൻ തുമ്മി വെച്ച ടിഷ്യൂ പേപ്പേഴ്സാണ്. അങ്ങനെ മൊത്തം ക്ഷീണമായി സൈഡായി വീട്ടിൽ നേരെ പോയി ഉറങ്ങിയാൽ മതിയെന്നായി. വൈഷുവാണ് ഫോട്ടോസൊക്കെ കണ്ട് സുഖിച്ചോണ്ടിരിക്കുക. എൻ്റെ പനി ചെറുതായിട്ട് വൈഷുവിനും കിട്ടിയതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോസിൽ കാണാം. ബൈ.